നൊയമ്പുകാലം 3-ാം വാരം വെള്ളി. മതം ഭരണം നടത്തുന്ന ഒരു രാഷ്ട്രസങ്കല്പം നാം ഇന്ന് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അനേകം ദൈവങ്ങൾ എല്ലാ രാജ്യങ്ങളിലും ഉണ്ടായിരുന്നപ്പോൾ ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു ജനതയെ വാർത്ത് എടുക്കുവാൻ ഒരു നിയമസംഹിത ഇസ്രായേൽ ജനതയ്ക്ക് യാഹ്വേ നൽകി. ഈ നിയമങ്ങളാണ് മോശയുടെ നിയമം എന്ന് അറിയപ്പെടുന്ന പഞ്ചഗ്രന്ഥി അഥവാ ബൈബിളിലെ ആദ്യത്തെ 5 പുസ്തകങ്ങൾ. ഈ ഗ്രന്ഥങ്ങളിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ എല്ലാ തലങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്നു. പ്രാർത്ഥനാ ജീവിതം, സാമൂഹ്യ ജീവിതം, ധാർമ്മികത, നീതി നിർവഹണം എല്ലാം. എല്ലാ നിയമങ്ങളും ഒറ്റവാക്കിൽ സംഗ്രഹിക്കുന്ന ഒരു ഗുളിയ രൂപമാണ് ഷേമ എന്ന് അറിയപ്പെടുന്ന നിയമാവർത്തന പുസ്തകത്തിലെ 6-ാം അധ്യായം 4-5 തിരുവചനങ്ങൾ. അതിപ്രകാരമാണ്: ഇസ്രായേലേ, കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ്. നിങ്ങൾ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കുക. യേശു ദൈവസ്നേഹത്തോടൊപ്പം പരസ്നേഹവും ചേർത്ത് സ്നേഹനിയമത്തെ പൂർത്തീകരിച്ചു. മക്കൾ വഴിതെറ്റിപ്പോകാതിരിക്കുവാനും ഏകദൈവ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും അപ്പൻ മക്കൾക്ക് നൽകുന്ന ഉപദേശമാണ് ഷേമയുടെ 2-ാം ഭാഗത്തിൽ നാം വായിക്കുന്നത്. അതിപ്രകാരമാണ്: ഞാനിന്ന് കൽപ്പിക്കുന്ന വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. ജാഗ്രതയോടുകൂടി അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിക്കണം. നിങ്ങളുടെ കയ്യിൽ ഒരു അടയാളമായും നെറ്റിയിൽ പട്ടയുമായും അത് അണിയണം. അവ നിങ്ങളുടെ വീടിൻ്റെ കട്ടളക്കാലിന്മേലും പടിവാതിൽക്കൽമേലും എഴുതണം. ഇന്ന് നിയമം നാം നമ്മുടെ ഹൃദയങ്ങളിലാണ് എഴുതേണ്ടത്.